നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. നമ്മൾ വീട്ടിൽ സാധാരണ പറയുന്ന കുറച്ച് സെൻറ്റൻസുകൾ. രാവിലെ മകനോ അല്ലെങ്കിൽ മകളോ പറയുകയാണ്, അമ്മേ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞു. അതെങ്ങനെ പറയും? മകനാണെങ്കിൽ മാ മേ ഉഠ് ഗയാ ഹൂ, മാ മേ ഉഠ് ഗയാ ഹൂ. ഇനി മകളാണെങ്കിൽ മേ ഉഠ് ഗയി ഹൂ എന്ന് പറയണം, ഉഠ് ഗയി ഹൂ. എനിക്കിന്ന് നേരത്തെ പോകണം. അതെങ്ങനെ പറയും? ആജ് മുझे ജൽദി ജാനാ ഹേ, ആജ് മുझे ഇന്നെനിക്ക് ജൽദി ജാനാ ഹേ, വേഗം പോകണം. അപ്പോൾ അമ്മ പറയുകയാണ്, പെട്ടെന്ന് റെഡിയാകൂ. എങ്ങനെ പറയാം? ജൽദി തയ്യാർ ഹോ ജാओ, ജൽദി തയ്യാർ ഹോ ജാओ. തയ്യാർ ഹോ ജാओ എന്ന് പറഞ്ഞാൽ റെഡിയാകൂ. അമ്മ വീണ്ടും പറയുകയാണ്, ഞാൻ ആഹാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? മേ ഖാന ബനാ രഹി ഹൂ, ഖാന ബനാ രഹി ഹൂ, ആഹാരമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മേ ഖാന ബനാ രഹി ഹൂ. കുളിച്ചിട്ട് വരൂ. അതെങ്ങനെ പറയും? സ്നാൻ കർക്കെ ആവോ അല്ലെങ്കിൽ നഹാക്കെ ആവോ, നഹാക്കർ ആവോ. പറയുമ്പോൾ നമ്മൾ നഹാക്കെ ആവോ എന്നാണ് പറയുന്നത്, നഹാക്കർ ആവോ. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, തുണികൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? കപ്പടെ കഹാ രഖേ ഹേ, കപ്പടെ എന്ന് പറഞ്ഞാൽ തുണികൾ, വസ്ത്രങ്ങൾ. കഹാ രഖേ ഹേ, എവിടെയാണ് വെച്ചിരിക്കുന്നത്? രഖേ ഹേ വെച്ചിരിക്കുന്നത്. കപ്പടെ കഹാ രഖേ ഹേ. അലമാരയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പറയും? അൽമാരി മേ ഘടി കർക്കെ രഖാ ഹേ, അൽമാരി മേ അലമാരയിൽ, ഘടി കർക്കെ എന്ന് പറഞ്ഞാൽ മടക്കി, രഖാ ഹേ വെച്ചിട്ടുണ്ട്. അൽമാരി മേ ഘടി കർക്കെ രഖാ ഹേ. ഇന്ന് കഴിക്കാൻ എന്താണ്? അതെങ്ങനെ ചോദിക്കും? ആജ് ഖാനേ മേ ക്യാ ഹേ, ഖാനേ മേ ക്യാ ഹേ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ എന്താണ്, കഴിക്കാൻ ഇന്ന് എന്താണ് ഉണ്ടാക്കിയത്? ആജ് ഖാനേ കെ ലിയെ ക്യാ ബനായാ ഹേ, അങ്ങനെ ചോദിക്കാം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരൂ. മുझे നാസ്ത ദേ ദോ, മുझे നാസ്ത ദേ ദോ. ഇനി എനിക്ക് ലഞ്ച് തരൂ എന്നുള്ളതിനാണെങ്കിൽ മുझे ടിഫിൻ ദേ ദോ, കൊണ്ടുപോകാനുള്ള ആഹാരം, മുझे ടിഫിൻ ദേ ദോ. എനിക്ക് വിശക്കുന്നു. മുझे ഭൂക്ക് ലഗ് രഹി ഹേ, മുझे ഭൂക്ക് ലഗ് രഹി ഹേ, വിശപ്പ് തോന്നുന്നു അല്ലെങ്കിൽ വിശക്കുന്നു. അപ്പം നമ്മൾ പറയാം, ഒരു നിമിഷം നിൽക്കൂ. ഏക് മിനിറ്റ് റുക്കോ, ഏക് മിനിറ്റ് റുക്കോ, ഇപ്പോൾ തരാം. അഭി ദേത്തി ഹും, ഇപ്പോൾ തരാം എന്നുള്ളതിന് അഭി ദേത്തി ഹും. ഒരുപാട് താമസിച്ചു പോയി. അതെങ്ങനെ പറയും? ബഹുത് ദേർ ഹോ ഗയി ഹേ, ബഹുത് ദേർ ഹോ ഗയി ഹേ, ഇന്ന് ഒരുപാട് താമസിച്ചു പോയി. ആജ് ബഹുത് ദേർ ഹോ ഗയി ഹേ. ഇനിയും താമസിക്കരുത്. അതെങ്ങനെ പറയും? ഓർ ദേർ മത് കരോ, ഓർ ദേർ മത് കരോ. ഞാൻ വരികയാണ്. അതെങ്ങനെ പറയും? ഞാനിപ്പോൾ വരികയാണ്. മേ അഭി ആ രഹി ഹൂ അല്ലെങ്കിൽ മേ അഭി ആ രഹാ ഹൂ. ഞാൻ റെഡിയാവുകയാണ് അല്ലെങ്കിൽ തയ്യാറാവുകയാണ്. മേ തയ്യാർ ഹോ രഹാ ഹൂ അല്ലെങ്കിൽ മേ തയ്യാർ ഹോ രഹി ഹൂ, ഞാൻ റെഡിയാവുകയാണ്. വരൂ ഒരുമിച്ച് പോകാം. അതെങ്ങനെ പറയും? ചലോ സാത്ത് ചൽത്തേ ഹേ, കൂടെ പോകാം എന്നുള്ള അർത്ഥമാണ്. ചലോ സാത്ത് ചൽത്തേ ഹേ, സാത്ത് ചലന എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോവുക അല്ലെങ്കിൽ കൂടെ പോവുക. ഒരുമിച്ച് പോവുക എന്നുള്ളതിന് ഏക് സാത്ത് ചലന എന്ന് പറയും. സാത്ത് ചലന എന്ന് പറഞ്ഞാൽ കൂടെ പോകാം എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ എന്തു ചെയ്യുകയാണ്? തും ക്യാ കർ രഹേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? തും ക്യാ കർ രഹേ ഹോ. എനിക്ക് കുറച്ച് സമയം തരൂ. അതെങ്ങനെ പറയും? മുझे തോടാ സമയ് ദോ, മുझे തോടാ സമയ്, കുറച്ച് സമയം തരൂ. ദോ, മുझे തോടാ സമയ് ദോ. നല്ല കുട്ടികൾ വാശി പിടിക്കില്ല. അതെങ്ങനെ പറയും? അച്ഛേ ബച്ചേ ജിദ്ദ് നഹി കർത്തേ, അച്ഛേ ബച്ചേ ജിദ്ദ് നഹി കർത്തേ. ജിദ്ദ് കർണ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക എന്നാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? അതെങ്ങനെ പറയും? ആജ് കാ ദിൻ കൈസാ രഹാ, ആജ് കാ ദിൻ ഇന്നത്തെ ദിവസം, കൈസാ രഹാ എങ്ങനെയുണ്ടായിരുന്നു, ആജ് കാ ദിൻ കൈസാ രഹാ.
ഇത് എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, ഇതെൻ്റെ അകന്ന ബന്ധുവാണ്. അതെങ്ങനെ പറയും? എ മേരി ദൂർ കെ റിസ്തേദാർ ഹേ. ദൂർ കെ റിസ്തേദാർ എന്ന് പറഞ്ഞാൽ അകന്ന ബന്ധു. എഹ് മേരി ദൂർ കെ റിസ്തേദാർ ഹേ, ഇതെൻ്റെ അകന്ന ബന്ധുവാണ്. എൻ്റെ കവിൾ വലിക്കരുത്. കൊച്ചു പിള്ളേരുടെ കവിളിൽ പിടിച്ചിങ്ങനെ വലിക്കത്തില്ലേ, അതെങ്ങനെ പറയാം? മേരാ ഗാൽ മത് ഖീഞ്ചോ. മേരാ ഗാൽ, എൻ്റെ കവിൾ, മത് ഖീഞ്ചോ, വലിക്കരുത്. മേരാ ഗാൽ മത് ഖീഞ്ചോ. ഖീഞ്ചിന എന്ന് പറഞ്ഞാൽ വലിക്കുക. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നു. തും ബഹുത് ബോൾത്തേ ഹോ. തും ബഹുത്ത് ബോൾത്തേ ഹോ. ബഹുത്ത് ബോൽന എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുക, കൂടുതൽ സംസാരിക്കുക. അറിയാൻ വയ്യായിരുന്നോ, അതെങ്ങനെ ചോദിക്കും? പത്താ നഹീ ഥാ ക്യാ. പത്താ നഹീ ഥാ ക്യാ, അറിയില്ലായിരുന്നോ, അറിയാൻ വയ്യായിരുന്നോ. നിങ്ങൾക്കത് നേരത്തെ അറിയാൻ വയ്യായിരുന്നോ. തുംകോ വോ പഹലെ പത്താ നഹീ ഥാ ക്യാ. തുംകോ വോ പഹലെ പത്താ നഹീ ഥാ ക്യാ. പറയാൻ കഴിയില്ലേ അല്ലെങ്കിൽ പറയാൻ പറ്റില്ലേ, എങ്ങനെ ചോദിക്കും? ബോൽ നഹീ സക്തേ ഹോ ക്യാ. തും ബോൽ നഹീ സക്തേ ഹോ ക്യാ, നിനക്ക് പറയാൻ പറ്റില്ലേ. നിങ്ങൾക്കാരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടോ, അതെങ്ങനെ ചോദിക്കും? ക്യാ ആപ്കോ കിസി കി മദദ് കി ജരൂരത് ഹേ. ക്യാ ആപ്കോ കിസി കി മദദ് കി ജരൂരത് ഹേ. മദദ് എന്ന് പറഞ്ഞാൽ സഹായം, മദദ് കി ജരൂരത്ത് എന്ന് പറഞ്ഞാൽ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. സഹായത്തിൻ്റെ ആവശ്യമുണ്ടോ? കിസി കി മദദ് കി ജരൂരത് ഹേ, ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടോ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാണ്, അതെങ്ങനെ പറയും? നഹി മേ അക്കേലേ ഹി കാഫി ഹൂം. അക്കേലേ ഹി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ, അക്കേല ഒറ്റയ്ക്ക്. മേ അക്കേലേ ഹി കാഫി ഹൂം, ധാരാളമാണ്. എനിക്കിപ്പോൾ ഇറങ്ങണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ പുറപ്പെടണം, പോകണം എന്നുള്ള അർത്ഥത്തിൽ പറയുക. മുझे അഭി നിക്കൽനാ ഹേ. മുझे അഭി നിക്കൽനാ ഹേ. നിക്കൽന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. വരൂ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അതെങ്ങനെ പറയും? ആവോ സാത്ത് മേ ഖാന ഖാത്തേ ഹേ. സാത്ത് മേ ഒരുമിച്ച്, ഖാന ഖാത്തേ ഹേ ആഹാരം കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം. ചലോ സാത്ത് മേ ഖാന ഖാത്തേ ഹേ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വീട്ടിൽ സംസാരിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അതുപോലെ ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്